ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഇതിനെ അച്ഛ എന്ന് വിളിക്കാൻ പഠിപ്പിക്കലായിരുന്നു എൻ്റെ പ്രധാന കടമ. എന്തായാലും അമ്മ എന്ന് വിളിച്ചിട്ടാണല്ലോ കുട്ടികൾ തുടങ്ങുക. അപ്പോൾ അതിന് മുമ്പ് അച്ഛ എന്ന് വിളിക്കണം അഞ്ചിൻ്റെ അടുത്ത് തന്നെ എപ്പോഴും പറഞ്ഞിട്ട് അച്ഛ എന്ന് വിളിപ്പിക്കാനുള്ളൊരു തത്രപ്പാടിലായിരുന്നു. സംഭവം നടക്കണമെന്നില്ല, എന്നാലും നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. അച്ഛ വിളിച്ച അച്ഛ cha 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 ഇനി അമ്മ വിളിച്ച അമ്മ 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 പൊന്ന അമ്മ. അപ്പൊ നമുക്ക് ഇതിൻ്റെ നെക്കൊന്ന് വെട്ടി കൊടുക്കാം അല്ലേ പൊന്നാപ്പിയെ? കുറേ ആയിരുന്നു എൻ്റെ കുട്ടിയുടെ മുഖത്ത് കൂടെ ഒക്കെ മുറിയാണ്, ഞങ്ങളുടെ മുഖത്ത് കൂടെ ഒക്കെ മുറിയാവാറുണ്ട് അല്ലേ പൊന്ന? അപ്പോൾ ഒരു കൈക്ക് നമ്മൾ വെട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് നമ്മൾ ജസ്റ്റ് നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചത് അല്ലേ പൊന്ന? അച്ഛൻ കുട്ടിയുടെ ദേഷ്യം വന്നിക്കുക. അതാ ഇനി നമുക്ക് ഇപ്പുറത്ത് വെച്ചിട്ട് കറക്കാം. ഭയങ്കര ഇതാണ്, തരികയില്ല കൈ. നമുക്ക് ഇപ്പുറത്ത് വെച്ച് കറക്കുമ്പോൾ എന്തെങ്കിലും അപ്പുറത്തേക്ക് നോക്കും. അപ്പം അച്ഛക്ക് ഇവിടുന്ന് കറക്റ്റായിട്ട് വെക്കാം. ഗുഡ് ഗേൾ, ഒരു വിരല് വെട്ടി നമ്മള്. രണ്ടാമത്തെ വിരല് വെട്ടി. ഗുഡ് ഗേൾ, മൂന്നാമത്തെ വിരല് വെട്ടി. ഇനി രണ്ട് വിരലുണ്ട് ടച്ചർ കുട്ടിക്ക് വെട്ടാന്. നിനക്ക് പറഞ്ഞ ഇതിലേ കൈ നന്നായിട്ട് വലിക്കുന്നുണ്ട്. അപ്പം നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക, വലിച്ച് പിടിച്ചിട്ട് ഫ്രീ ആക്കി വിടരുത്. ഫ്രീ ആയി വിട്ട് കഴിഞ്ഞാൽ പണി കിട്ടും അല്ലേ പൊന്ന? കുടിക്കില്ല. ഏതാ തള്ളവരിൽ കൂടി മാത്രമുള്ള അത്ര കുട്ടിക്ക്. ഗുഡ് ഗേൾ ആണ് അത്ര കുട്ടി. ഗുഡ് ഗേൾ. ഇതിലേ അത്ര കുട്ടിയുടെ നഗല്ലേ. അത്ര കുട്ടിയുടെ എന്താ പോന്നെ വികാരന്. ഇതിലേ അച്ഛന്ന് വെട്ടിത്തരാട്ടോ, മെല്ലെ വെട്ടിത്തരാട്ടോ അച്ഛൻ്റെ കുട്ടിയെ. ഒരു പീസടി വെട്ടിമ്പോൾ ഇനി പിന്നെ രണ്ട് കഷ്ണം കൂടി വെട്ടിയിട്ട് നമ്മളെ പരിപാടി കഴിഞ്ഞു. ഇതിലേ അച്ഛന് കുട്ടി വേണ്ടി ഇതിലുമണി എവിടെ അച്ഛടേ? അച്ഛൻ ഇതിലുമണി എവിടെയാണ്? അച്ചടിത്തരാം എന്റെ കുട്ടി ഒറ്റയ്ക്ക് പോട്ടാനായിട്ടില്ലേ? നമുക്ക് പൊന്നാപ്പി അച്ചോട്ട കുറുമ്പി പെണ്ണേ. അച്ചട കുറുമ്പി പെണ്ണ എവിടെ? ഒന്നും പറയില്ല. ഭയങ്കര ഇതിലാണ് കുട്ടി നിൽക്കുന്നത്. എന്നാലും നമുക്കൊരു പേരിലൂടെ അല്ലേ ഉള്ളൂ, വെട്ടിയല്ലേ പറ്റുള്ളൂ അല്ലേ? പൊന്നാപ്പിനെ ഞാൻ കാണിച്ചത് അത്ര കുട്ടി. നല്ല കോൺസെൻട്രേഷൻ വേണ്ട ഒരു പണിയല്ലേ പൊന്ന? ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ ആയാൽ രക്തം ചിന്തും.
കഴിഞ്ഞു. ആ പൊന്നാപ്പിയുടെ നിറമ്പട്ടിലൊക്കെ കഴിഞ്ഞു. ആ ഗുഡ് ഗേൾ. കഴിഞ്ഞു. ഗുഡ് ഗേൾ. ഗുഡ് ഗേൾ ചിരിച്ച. ആ ഗുഡ് ഗേൾ. ഇവിടെയൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് ക്രമത്തിൽ വരാം കേട്ടോ. ഇതള് അമ്മ കൈ മാറ്റി അമ്മ ഈ ഇതളേ ഇതളെവിടെ നമ്മുടെ ഇതെല്ലാം എന്താ വേണ്ട അതിൻ്റെ വേണ്ട നമ്മുടെ കൂട്ടിക്ക് ഏത് ആ മസാല പിടിക്കണ്ട പൊന്ന സത്തേ ആരും നോക്കണേ വെള്ളം ഇതളേ നന്ന ഇതെല്ലാം ഇവിടേക്ക് കാടുന്നത് ഇതില് അങ്ങനെ നമ്മൾ രാവിലെ ഹോസ്പിറ്റലൊക്കെ പോയി വന്ന് എല്ലാവരും കൂടി ഹോസ്പിറ്റലിൽ പോയി വന്ന് ഫുഡൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നേരെ പോയി കുറച്ച് ഹോട്ടലിൽ പോയിട്ട് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുന്നു. അതും വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് വന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വർക്കിനിറങ്ങിയിട്ട് ഒരു ഷോപ്പിൽ പോയപ്പോഴാണ് അടിപൊളി കുറേ പഴയ നോട്ടുകൾ കണ്ടത്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് അതിന് മുമ്പുള്ള ഒരു നോട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ 100 രൂപയുടെ നോട്ട്. അപ്പോൾ അതൊരു കൗതുകമായി തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വീഡിയോയിൽ എടുത്തിട്ട് പിന്നെ നേരെ അടുത്ത വർക്കിന് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കല്യാണത്തിനൊക്കെ പോയി ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് അവിടുന്ന് തിരിച്ചു വന്നു.